അപ്പം എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുകയാണ്. നമ്മൾ എബ്രായ ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൽ നാം അതിൻ്റെ 14 മുതൽ 16 വരെ വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അവിടെ നമുക്ക് യേശുവിൻ്റെ പൗരോഹിത്യത്തിനെ കുറിച്ചുള്ള ആ ഒരു തൻ്റെ ദൗത്യവും ആ ശുശ്രൂഷയും ഇവിടെ മുതലാണ് ആരംഭിക്കുന്നത്. എബ്രായ ലേഖനത്തിൽ 4-14 വാക്യം മുതൽ 5, 6, 7 അത് 10-ാം അധ്യായം വരെയൊക്കെ നീണ്ടുപോവുകയാണ്. അപ്പം നമ്മളിവിടെ 4-14 വാക്യത്തിൽ നമ്മൾ കാണുകയാണ്. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ഈ ഭാഗത്ത് നമുക്കറിയാം, കൃപാസനത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ പഴയ കാലഘട്ടത്തിൽ ഒരിക്കലും ആർക്കും കഴിയുമായിരുന്നില്ല. അതിനെ നമുക്ക് ചില വാക്യങ്ങൾ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ, ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണാൻ സാധിക്കുകയാണ്. ലേവ്യ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യവും 2-ാം വാക്യവും നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. അഹരോന്റെ 2 പുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ അടുത്ത് ചെന്നിട്ട് മരിച്ചു പോയ ശേഷം യഹോവ മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, കൃപാസനത്തിന് മീതെ മേഘത്തിൽ ഞാൻ വെളിപ്പെടുന്നത് കൊണ്ട് നിന്റെ സഹോദരനായ അഹരോൻ മരിക്കാതിരിക്കേണ്ടതിന് വിശുദ്ധ മന്ദിരത്തിൽ തിരശ്ശീലക്കകത്ത് പെട്ടകത്തിന്മേലുള്ള കൃപാസനത്തിന് മുമ്പിൽ എല്ലാ സമയത്തും വരരുത് എന്ന് അവനോട് പറയണം. അഹരോനോട് ഇവിടെ താക്കീത് ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അഹരോനോട് മുന്നറിയിക്കുന്ന ഒരു വിഷയമാണ്. അഹരോൻ ദൈവത്തിൻ്റെ കൃപാസനത്തിൻ്റെ അടുത്തേക്ക് എപ്പോഴും വന്നിട്ട് മരിച്ചു പോകാതിരിക്കാൻ, അതായത് അഹരോൻ മരിക്കാതിരിക്കേണ്ടതിന് വിശുദ്ധ മന്ദിരത്തിൽ തിരശ്ശീലക്കകത്ത് പെട്ടകത്തിന്മേലുള്ള കൃപാസനത്തിന് മുമ്പിൽ എല്ലാ സമയത്തും വരരുത്. അപ്പൊ എല്ലാ സമയത്തും വരാൻ അനുവാദം ഇല്ല. 10-ാം അധ്യായത്തിലെ 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ലേവ്യ പുസ്തകം തന്നെ 10-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. ഇത് പറയാനുള്ള ഒരു കാരണം ഇതിനു മുമ്പ് നടന്നു. അതായത് അനന്തരം അഹരോന്റെ പുത്രന്മാരായ നാദാബും അബീഹുവും ഓരോ ധൂപകലശമെടുത്ത് അതിൽ തീയിട്ട് അതിന്മേൽ ധൂപവർഗമിട്ട് അങ്ങനെ തങ്ങളോട് കൽപ്പിച്ചിട്ടില്ലാത്ത അന്യാഗ്നി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. ഉടനെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. അവർ യഹോവയുടെ സന്നിധിയിൽ മരിച്ചുപോയി. ദൈവം എല്ലാത്തിനും വ്യക്തമായ നിർദ്ദേശങ്ങൾ എല്ലാം മുന്നറിയിച്ചിട്ടുണ്ടായിരുന്നു. സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ, അതിൻ്റെ വേലകൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവർ പുരോഹിതന്മാരെ എന്തെല്ലാം സൂക്ഷിക്കണം, അവിടെ ഏത് തീയാണ് പോലും എടുക്കേണ്ടത്. പക്ഷേ അഹരോന്റെ മക്കളായ നാദാബും അബീഹുവും ദൈവത്തിൻ്റെ വാക്കുകൾ ലംഘിച്ചു. വേറൊരു തീയെടുത്താൽ എന്താ കുഴപ്പം, എന്താ പ്രശ്നം? അതാണ് അവർ ചിന്തിച്ചത്. പലരും ഇന്ന് ചിന്തിക്കുന്ന പോലെയാണ്, എന്താ കുഴപ്പം? പക്ഷേ അവിടെ പെട്ടെന്ന് സംഭവിച്ചത് എന്താണ്? തങ്ങളോട് ദൈവം കൽപ്പിച്ചിട്ടില്ലാത്ത അന്യാഗ്നി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നത് കൊണ്ട് ഉടനെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. അവർ യഹോവയുടെ സന്നിധിയിൽ മരിച്ചുപോയി.
അപ്പൊ ഈ ഒരു സംഭവം നടന്നതുകൊണ്ടാണ് ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞത്, കൃപാസനത്തിന് മീതെ മേഘത്തിൽ ഞാൻ വെളിപ്പെടുന്നത് കൊണ്ട് നിന്റെ സഹോദരനായ അഹരോൻ മരിക്കാതിരിക്കേണ്ടതിന്. ഇപ്പൊ നാദാബും അബീഹുവും മരിച്ചു, ഇനി അഹരോനും കൂടി ഏതെങ്കിലും വിധത്തിൽ ഞാൻ പറയുന്നത് കൂട്ടാക്കാതെ കടന്നു വന്നിട്ട് മരിച്ചു പോകാതിരിക്കാൻ വേണ്ടി, അപ്പം മരിച്ചു പോകാതിരിക്കാൻ പെട്ടകത്തിന്മേൽ കൃപാസനത്തിന് മുമ്പിൽ എല്ലാ സമയവും വരരുത്. അപ്പം മറ്റൊരു കാര്യം കൂടി കൊടുക്കുകയാണ്, എല്ലാ സമയവും വരരുത്. പക്ഷേ നമ്മൾ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും, അതിൻ്റെ 15 തൊട്ട് 17 വരെയും കൂടി നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ പുരോഹിതന്മാരെല്ലാം തന്നെ എന്താ ചെയ്യുന്നത്? അവൻ കാളയുടെ രക്തം കുറെ എടുത്ത് വിരൽ കൊണ്ട് കിഴക്കോട്ട് കൃപാസനത്തിന് മീതെ തളിക്കണം. അവൻ രക്തം കുറെ എടുത്ത് വിരൽ കൊണ്ട് കൃപാസനത്തിന് മുമ്പിലും 7 പ്രാവശ്യം തളിക്കണം. പിന്നെ അവൻ ജനത്തിന് വേണ്ടിയുള്ള പാപയാഗത്തിന്റെ കോലാട്ടുകൂറ്റിനെ അറുത്ത് തിരശ്ശീലക്കകത്ത് കൊണ്ടുവന്ന് കാളയുടെ രക്തം കൊണ്ട് ചെയ്തതുപോലെ അതിന്റെ രക്തം കൊണ്ട് ചെയ്ത് അതിനെ കൃപാസനത്തിന് മേലും കൃപാസനത്തിന് മുമ്പിലും തളിക്കണം. ഇസ്രായേൽ മക്കളുടെ അശുദ്ധികൾ നിമിത്തവും അവരുടെ സകല പാപവുമായ ലംഘനങ്ങൾ നിമിത്തവും അവൻ വിശുദ്ധ മന്ദിരത്തിന് പ്രായശ്ചിത്തം കഴിക്കണം. അവരുടെ ഇടയിൽ അവരുടെ അശുദ്ധിയുടെ നടുവിലിരിക്കുന്ന സമാഗമന കൂടാരത്തിനും അവൻ അങ്ങനെ തന്നെ ചെയ്യണം. അവൻ വിശുദ്ധ മന്ദിരത്തിൽ പ്രായശ്ചിത്തം കഴിക്കുവാൻ കടന്നിട്ട് പുറത്തു വരുന്നത് വരെ സമാഗമന കൂടാരത്തിൽ ആരും ഉണ്ടായിരിക്കരുത്. അങ്ങനെ അവൻ തനിക്കും കുടുംബത്തിനും ഇസ്രായേലിന്റെ സർവ്വസഭയ്ക്കും വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. അപ്പം ഇവിടെ നമുക്ക് കാണിക്കുന്നത് ഈ മഹാപുരോഹിതൻ ശുശ്രൂഷ ചെയ്തത് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ്? ഒന്ന്, തൻ്റെ സ്വന്തം പാപത്തിന് വേണ്ടി. അപ്പൊ തൻ്റെ സ്വന്തം പാപത്തിന് വേണ്ടിയും തൻ്റെ കുടുംബത്തിന്റെ പാപത്തിന് വേണ്ടിയും ഇസ്രായേൽ സഭയുടെ മുഴുവൻ്റെയും അശുദ്ധിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അശുദ്ധിയുടെ പരിഹാരത്തിന് വേണ്ടിയിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ യാഗം അർപ്പിക്കേണ്ടവരാണ് ഈ പഴയ നിയമ പുരോഹിതന്മാർ. അല്ലെങ്കിൽ പഴയ നിയമ യാഗങ്ങൾ അർപ്പിക്കപ്പെട്ടുകൊണ്ട് അതിൽ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന ഏത് മഹാപുരോഹിതന്മാരും ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് വേണ്ടിയും അർപ്പിക്കണം, കുടുംബത്തിന് വേണ്ടി അർപ്പിക്കണം, അവരുടെ ഇസ്രായേൽ സഭയിലെ എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയും യാഗം അർപ്പിക്കണം. അപ്പൊ ഇവിടെ നാം എബ്രായ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുകയാണ്, 4-ാം അധ്യായത്തിൽ 14 മുതൽ നമ്മൾ 16-ാം വാക്യം വരെ നമ്മൾ പഠിക്കുമ്പോൾ, ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് ഉള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല, പാപമൊഴിയെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക എന്ന് പറയുന്നത്. ധൈര്യത്തോടെ നാം കൃപാസനത്തിനോട് അടുത്ത് വരാനാണ് ഇന്ന് പുതിയ നിയമത്തിൽ പറയണത്. പക്ഷെ പഴയ നിയമത്തിൽ എന്താ പറയണത്? മഹാപുരോഹിതൻ പോലും എല്ലാ സമയത്തും വരാൻ പാടില്ല. അപ്പൊ മഹാപുരോഹിതൻ പോലും എല്ലാ സമയത്തും വരരുത് എന്നാണ് പഴയ നിയമത്തിൽ കൽപ്പനയുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അന്ന് അങ്ങനെയാണെങ്കിൽ നമുക്ക് ചില വാക്യങ്ങൾ നമുക്കിന്ന് വായിക്കാം. ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എബ്രായ ലേഖനത്തിൽ തന്നെ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിലെ 24-ാം വാക്യം നമുക്ക് ആദ്യം വായിക്കാം. അവിടെ നമുക്കിങ്ങനെ കാണാം, ക്രിസ്തു വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ സ്വർഗത്തിലേക്കത്രേ പ്രവേശിച്ചത്. കർത്താവ് യേശു എന്ന മഹാപുരോഹിതൻ വാസ്തവത്തിൽ എവിടേക്കാണ് പ്രവേശിച്ചത്? യെരുശലേം ദേവാലയത്തിലേക്കല്ല. അന്നുണ്ടായിരുന്ന യെരുശലേം ദേവാലയത്തിന്റെ അകത്തെ അതിവിശുദ്ധ സ്ഥലത്തേക്കല്ല യേശു എന്ന മഹാപുരോഹിതൻ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം തൻ്റെ ആത്മീയ രക്തവുമായിട്ട് പ്രവേശിച്ചത്. കർത്താവ് യേശു ആത്മീയമായിട്ട് അവൻ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചത്
യേശു മരിക്കുന്നതിന് മുമ്പല്ല, യേശു മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷമാണ്. അതാണ് എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താൽ അല്ല, അതായത് ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താൽ അല്ല എന്ന് പറയുന്നത് ന്യായപ്രമാണ സംബന്ധമായിട്ട് ആർക്ക് മാത്രമേ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാൻ പാടുള്ളൂ? അത് ദൈവം അഹരോനും ഇല്ലെങ്കിൽ ലേവിയ പൗരോഹിത്യം, ലേവിയ കുടുംബത്തിനാണ് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാനായിട്ട് ദൈവം ആ ഒരു ശുശ്രൂഷ പരമേൽപ്പിച്ചിരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താൽ അല്ല യേശു പുരോഹിതനാകുന്നത്, ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താൽ അല്ല, അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ വേറൊരു പുരോഹിതൻ. അത് മെൽക്കിസേദെക്ക് വർഷങ്ങൾക്ക് മുമ്പ്, ന്യായപ്രമാണം ഉണ്ടാകുന്നതിനൊക്കെ മുമ്പ് അബ്രഹാമിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതൻ എന്നുള്ളത് സാക്ഷീകരിക്കുന്നത്. അപ്പം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പം ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താൽ അല്ല യേശു മഹാപൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചത്. അവൻ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശു ആത്മീയമായ ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രകാരം പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് വരാൻ പറ്റില്ല. കാരണം യേശു ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ ഏത് ഗോത്രമാണ്? യഹൂദ ഗോത്രമാണ്. അത് പൗരോഹിത്യ ഗോത്രമല്ല, അത് പക്ഷെ രാജകീയ ഗോത്രമാണ്, രാജാക്കന്മാരുടെ ഗോത്രമാണ്. ദാവീദും അതുപോലെ ശലോമോനും അത് തുടർന്നുള്ള ആളുകളെ കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ രാജകീയ ഒരു ഗോത്രമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യഹൂദ ഇല്ലെന്ന് വരുന്ന പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അപ്പം യേശു എങ്ങോട്ടാണ് പ്രവേശിച്ചത്? നമ്മൾ വായിച്ചത് വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല. അപ്പൊ വാസ്തവമായത് എന്താണ്? സ്വർഗത്തിലുള്ളതാണ്. വാസ്തവമായ ദൈവത്തിന്റെ മന്ദിരം വാസ്തവമായിട്ടുള്ളതും യഥാർത്ഥമായിട്ടുള്ളതുമായ ഒരിക്കലും അവസാനിക്കാത്തതും എന്നേക്കും നിലനിൽക്കുന്നതുമായ വിശുദ്ധ മന്ദിരം എന്നുള്ളത് സ്വർഗമാണ്. സ്വർഗത്തിന്റെ നിഴല് ഇല്ലെങ്കിൽ സ്വർഗത്തിന്റെ പ്രതീകമാണ്, പ്രതിമയാണ്. നമുക്ക് ഭൂമിയിൽ ദൈവം മോശയ്ക്ക് കാണിച്ചു കൊടുത്തിട്ട് ആ പ്ലാനുകളെല്ലാം കൊടുത്തിട്ട് ദൈവം അവിടെ ബസലേലിനെയും ഒഹോലിയാബിനെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ജ്ഞാനാത്മാവ് നിറച്ചവരെ കൊണ്ട് ഈ പണികളെല്ലാം ചെയ്ത് സമാഗമന കൂടാരം ഉണ്ടാക്കി, തിരശീല ഉണ്ടാക്കി, പുരോഹിതന്റെ വസ്ത്രം ഉണ്ടാക്കി, നിലവിളക്കും അതുപോലെ പാത്രങ്ങളും അതുപോലെ കാഴ്ചപ്പമേശയും ധൂപപീഠവർഗവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാത്തിൻ്റെയും ആ ഒരു നിയമം, അതിൻ്റെ സകല കാര്യങ്ങളും പണ്ട് ദൈവം കൊടുത്തത് സ്വർഗത്തിൻ്റെ ഒരു നിഴൽ, സ്വർഗത്തിൻ്റെ ഒരു പ്രതിബിംബമായിട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് അവരെ പറയണത് ക്രിസ്തു ആ സ്വർഗത്തിലുള്ള വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ സ്വർഗത്തിലേക്കത്രേ അവൻ പ്രവേശിച്ചത്. അപ്പൊ സ്വർഗത്തിലാണ് യഥാർത്ഥ സത്യകൂടാരം എന്നുള്ളത്. സ്വർഗമാണ്, സ്വർഗത്തിലാണ് ആ യഥാർത്ഥ മഹാപുരോഹിതൻ, അതായത് ആത്മീയ മഹാപുരോഹിതൻ. അവിടെ നമ്മൾ അഴിഞ്ഞു പോവാത്ത ജീവന്റെ ശക്തിയാൽ, അതായത് തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ ശക്തിയുള്ള ഒരു പ്രവർത്തനത്തിലൂടെ യേശു പരിശുദ്ധാത്മാവിൽ ശക്തിയോടെ, അല്ലെങ്കിൽ അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ദൈവികമായ ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം, അല്ലെങ്കിൽ ആ ഉയർത്തെഴുന്നേൽപ്പിലൂടെ അഴിഞ്ഞു പോവാത്ത ജീവന്റെ ശക്തിയാലാണ് യേശു എന്ന മഹാപുരോഹിതൻ ഉളവായത്. അങ്ങനെ ആ മഹാപുരോഹിതന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് അവൻ സ്വർഗത്തിൽ എന്നേക്കുമുള്ള കൂടാരത്തിലേക്ക്, സ്വർഗത്തിലേക്ക്, അതായത് ഒരു ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തം കൊണ്ടല്ല, സ്വന്തം രക്തത്താൽ തന്നെ. എന്ന് വെച്ചാൽ തൻ്റെ ഭൗതികമായ ജഡികമായ രക്തമാണെങ്കിൽ അത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, ഒരു 40 ദിവസങ്ങൾക്ക് മുമ്പ് അത് ആ ഗൊൽഗോഥ മലയിൽ അത് ഉണങ്ങിക്കിടപ്പുണ്ടാവും. യേശു ആ രക്തം കൊണ്ടല്ല പോയത്. യേശു തൻ്റെ ആത്മീയ രക്തവും കൊണ്ടാണ് സ്വർഗാതി സ്വർഗത്തിൽ ആത്മീയമായ വിശുദ്ധ മന്ദിരത്തിൽ തളിച്ചത്, എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചത്. അങ്ങനെ അവിടെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നതാണ് യേശു ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി. ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ സ്വർഗത്തിലേക്കത്രേ അവൻ പ്രവേശിച്ചത്. അവൻ സ്വർഗത്തിലെ വിശുദ്ധ മന്ദിരത്തിലേക്കാണ് പ്രവേശിച്ചത്, ഭൂമിയിലുള്ള യെരുശലേം ദേവാലയത്തിലേക്കല്ല യേശു പ്രവേശിച്ചത്. അതാണ് നമുക്ക് കാണിച്ചു തരുന്നത്.
അപ്പൊ അതുകൊണ്ട് 11-12 എബ്രായ ലേഖനം 9:11-12 കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ, ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയില്ലാത്തതായി, എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി, വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താൽ അല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. അത് നമുക്ക് കാണാം. അപ്പൊ ഒരിക്കലായി മറ്റേ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന ലേവ്യ പൗരോഹിത്യ ഗോത്രം, അല്ലെങ്കിൽ അഹരോന്റെ കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള പൗരോഹിത്യ ഗോത്രങ്ങളെല്ലാം തന്നെ, ഇല്ലെങ്കിൽ ആ മഹാപുരോഹിതന്മാരെല്ലാം വർഷം എല്ലാ വർഷവും അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കും. അത് വീണ്ടും തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൃഗയാഗങ്ങൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ നമുക്ക് ഇപ്രകാരമുള്ള ആ ശുശ്രൂഷകൾ ഒരു പ്രതിബിംബമായ, സ്വർഗത്തിലെ വിശുദ്ധ മന്ദിരത്തിന്റെ പ്രതിബിംബമായ ഭൂമിയിലെ യെരുശലേം ദേവാലയത്തിന്റെ അകത്തേക്കാണ് അവർ ശുശ്രൂഷ ചെയ്യുന്നത്. അത് യേശു ക്രിസ്തു എന്ന അതിശ്രേഷ്ഠനായ മഹാപുരോഹിതന്റെ ഒരു നിഴലാണ് ഈ ഭൂമിയിലുള്ള ഭൗതികമായ മഹാപുരോഹിതന്മാർ അന്ന് ശുശ്രൂഷ ചെയ്തിരുന്നത്. അന്ന് ക്രിസ്തുവിന്റെ യാഗത്തിന്റെ, ക്രിസ്തു എന്ന യഥാർത്ഥമായ ബലിയുടെ ഒരു നിഴൽ മാത്രമായിരുന്നു, ക്രിസ്തുവിന്റെ രക്തത്തിന്റെ നിഴൽ മാത്രമായിരുന്നു. ഇതെല്ലാം ആടിനെ ആയാലും കാളയായാലും മറ്റ് പ്രാവിനെയോ ഒക്കെ ആണെങ്കിലും അർപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. ഇതെല്ലാം അർപ്പിക്കപ്പെടുമ്പോഴും ഇതെല്ലാം ക്രിസ്തുവിന്റെ യഥാർത്ഥമായ ക്രിസ്തുവിന്റെ സ്വഭാവത്തിന്റെ എല്ലാം നിഴൽ മാത്രമായിരുന്നു ഈ യാഗവസ്തുക്കളെല്ലാം തന്നെ. അങ്ങനെ പുരോഹിതൻ തന്നെ ഒരു നിഴൽ മാത്രമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഇവിടെയെല്ലാം പിന്നീട് നമുക്ക് കാണാം എബ്രായ ലേഖനത്തിൽ തന്നെ, എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 26 മുതൽ 28 വരെ നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെ നമുക്കിങ്ങനെ കാണാം, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ കണ്ടു, ലേവ്യ പൗരോഹിത്യ പ്രകാരം ആ മഹാപുരോഹിതന്മാർക്ക് എങ്ങനെ അവർക്ക് തങ്ങളെ തന്നെ എന്ത് ചെയ്യണമായിരുന്നു? ശുദ്ധീകരിക്കണമായിരുന്നു. അവരവരുടെ പാപത്തിന് വേണ്ടി, അവരുടെ കുടുംബങ്ങളുടെ പാപത്തിന് വേണ്ടി, സർവ്വജനത്തിന്റെയും പാപത്തിന് വേണ്ടി ഒക്കെ അവർ യാഗം അർപ്പിക്കണമായിരുന്നു. എന്നാൽ യേശുവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാം, ഇവിടെ ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്. എങ്ങനെയുള്ളത്? താഴെ പറയുന്നുണ്ട്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേറിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ, ഈ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനം പ്രതി യാഗം കഴിക്കുവാൻ ആവശ്യമില്ലാത്തവൻ. എന്നിട്ട് പറയണത്, അതവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായി ചെയ്തുവല്ലോ. യേശുവിന്റെ പെർഫെക്റ്റ് യാഗം അത് ഒരിക്കൽ മാത്രം, ആ ഒരിക്കൽ മാത്രം സംഭവിച്ചതിലൂടെ എന്നേക്കുമായിട്ടുള്ള വീണ്ടെടുപ്പാണ് സാധിച്ചത്. അതാണ് എബ്രായ ലേഖനം ഈ നമ്മൾ 4-ാം അധ്യായം, 5-ാം അധ്യായം, 6-ാം അധ്യായം, ഇങ്ങനെ 7-ാം അധ്യായം, 10 വരെ അധ്യായങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇനിയൊരു യാഗം വേണ്ട. എന്നേക്കുമുള്ള യാഗം കർത്താവിലൂടെ, യേശുവിൻ്റെ യാഗത്തിലൂടെ സംഭവിച്ചു. എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് യേശുവിൻ്റെ യാഗത്തിലൂടെ നടന്നു. അത് ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെ രക്തം കൊണ്ടല്ല, തൻ്റെ സ്വന്തം രക്തം കൊണ്ട് ജനത്തിൻ്റെ പാവങ്ങൾക്കായി, ഇല്ലെങ്കിൽ തൻ്റെ സ്വന്തം പാവങ്ങൾക്കായിട്ടും ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന, യാഗം അർപ്പിച്ചുകൊണ്ടിരുന്ന മറ്റ് ഈ ഭൂമിയിലെ ജഡീകമായ അല്ലെങ്കിൽ മറ്റ് ലേവ്യ ഗോത്രപ്രകാരമുള്ള മഹാപുരോഹിതന്മാരെ പോലെ ഒരു ശുശ്രൂഷയിലല്ല യേശു. അതെല്ലാം ക്രിസ്തുവിൻ്റെ യാഗത്തിൻ്റെ നിഴൽ മാത്രമാണ്. അതുപോലെയല്ല ക്രിസ്തു യാഗം ചെയ്തതെന്ന് നമ്മളെ വ്യക്തമായിട്ട് കാണിച്ചിരുന്ന ഒരു മനോഹര പുസ്തകമാണ് എബ്രായ ലേഖനം. അങ്ങനെ നമുക്കിവിടെ വായിക്കാൻ സാധിക്കുന്ന പോലെ, ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നു, ന്യായപ്രമാണത്തിന് പിമ്പുള്ള ആണയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രനെ പുരോഹിതനാക്കുന്നു. നോക്കാം യേശു ക്രിസ്തു എത്രമാത്രം ശ്രേഷ്ഠനാണ്. ലേവ്യ പൗരോഹിത്യ ഗോത്രത്തിൽ നിന്നും അല്ലെങ്കിൽ മാനുഷികമായ പുരോഹിതന്മാരിൽ നിന്നും എത്ര ശ്രേഷ്ഠനാണ്
യേശു, ഇല്ലെങ്കിൽ അഹരോനിൽ നിന്നും എത്ര ശ്രേഷ്ഠനാണ് യേശു എന്ന് വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്ന ചില ഭാഗങ്ങളാണ് നമ്മൾ വായിച്ചത്. അപ്പൊ അതുകൊണ്ട് യേശു ശ്രേഷ്ഠനായ മഹാപുരോഹിതനാണ്. ആ ശ്രേഷ്ഠനായ മഹാപുരോഹിതനാണ് നമുക്ക് വേണ്ടത്. പാപമില്ലാത്തവൻ, നിർദോഷൻ, നിഷ്കളങ്കൻ, പാപികളോട് വേർവിട്ടവൻ, പവിത്രൻ. അവന്റെ യാഗത്തിലൂടെ മാത്രമാണ് എന്നേക്കുമുള്ള ആ വീണ്ടെടുപ്പ് നമുക്ക് സാധ്യമാക്കി തന്നത്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം വായിക്കുമ്പോൾ, എബ്രായ ലേഖനം 10:23 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും: പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. അപ്പൊ നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാം, ഇവിടെ നമ്മുടെ പ്രത്യാശയുടെ സ്വീകാരം. അതുകൊണ്ട് പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും, നമുക്ക് തുല്യമായി 4-ാം അധ്യായത്തിലും 15-ാം വാക്യം നമ്മൾ കണ്ടു, അവൻ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ്. ശോധന കഴിക്കപ്പെട്ട ഒരു കല്ലാണത്. പൊന്നിനെ പോൽ ശോധന ചെയ്ത് പുറത്തു വന്ന, ഒരു കരടുമില്ലാത്ത, ഒന്നുമില്ലാത്ത ശുദ്ധമായ സ്വർണം പോലെ പുറത്തേക്ക് വന്ന ഒരു പുരോഹിതനാണ്. അപ്പൊ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ് യേശു. നമുക്കറിയാം, മത്തായി സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലെല്ലാം നമ്മൾ വായിക്കുമ്പോൾ, അവിടെ മത്തായി 4:1 ലൂക്കോസ് 4:2 ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ, യേശു പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് പരാജയപ്പെടുകയല്ല, യേശു ജയിച്ചവനാണ്. അതുപോലെ ലൂക്കോസ് 22-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം നമ്മൾ വായിക്കുമ്പോഴും അവിടെ യേശു പരീക്ഷിക്കപ്പെടുന്ന സമയത്ത്, പരീക്ഷകളുടെ സമയത്ത് യേശു പിതാവിനെ, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് യേശു തൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത്. അവിടെ ഒരിക്കലും യേശു അവിടെ പരീക്ഷകൾ വരുമ്പോൾ പരീക്ഷകൾ വന്നു യേശുവിനെ. നമ്മെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് യേശു. പക്ഷേ പരീക്ഷകളിൽ അവൻ വിജയിച്ചവനാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കണം. അതുകൊണ്ട് എബ്രായ ലേഖനം 2:18 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ഈ എബ്രായ ലേഖനം തന്നെ നമ്മൾ പഠിക്കുന്ന പുസ്തകം തന്നെ 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും: താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിക്കുവാൻ കഴിവുള്ളവനാകുന്നു. അപ്പൊ താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിക്കുവാൻ കഴിവുള്ളവനാവുന്നു. നമ്മളെല്ലാവരും പരീക്ഷകളിൽ കടന്നു പോകുന്നവരാണ്. നമ്മൾ ഓരോ ദിവസവും പരീക്ഷിക്കപ്പെടുന്നവരാണ്. ചില സമയങ്ങളിൽ നമ്മൾ പരീക്ഷകളിൽ വീണു പോകാറുണ്ട്. പരീക്ഷകളിൽ പക്ഷെ നമ്മൾ സഹായിക്കുന്നത് നമുക്കൊരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല നമുക്കുള്ള മഹാപുരോഹിതൻ. അവിടെ ഇവിടെ നമ്മൾ വായിക്കുന്ന പോലെ നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരു മഹാപുരോഹിത്യ ശുശ്രൂഷയിലാണ് യേശു ആയിരിക്കുന്നതെന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. നമുക്ക് മറ്റൊരു കാര്യം നമ്മൾ നോക്കുമ്പോൾ, ഈ മഹാപൗരോഹിത്യ ശുശ്രൂഷ എന്തിനാണ്? ഇതിന്റെ എല്ലാം ഉദ്ദേശം എന്താണ്? ലേവ്യ പുസ്തകം 20-ാം അധ്യായം 26-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ഈ ലേഖനങ്ങൾ തന്നെ, ഈ പുസ്തകങ്ങൾ തന്നെ നമുക്ക് എഴുതപ്പെട്ട് ദൈവത്തിൻ്റെ ഈ വഴികളെല്ലാം നമ്മളെ ഇന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ, ഇതൊക്കെ നമുക്ക് തന്നിരിക്കുമ്പോൾ, അതിൻ്റെ എല്ലാം ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഉദ്ദേശം എന്തിനാണ് നാം ചിന്തിക്കുമ്പോൾ, ലേവ്യ പുസ്തകം 20-ന്റെ 26-ാം വാക്യത്തിൽ നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കും? നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം, യഹോവയായ ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും വിശുദ്ധന്മാരായിരിക്കണം. നിങ്ങൾ എനിക്ക് വേണ്ടി ആയിരിക്കേണ്ടതിനെ ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്നും വേർതിരിച്ചിരിക്കുന്നു. അപ്പം ദൈവം എന്താ പറയണത്? എന്താണ് ദൈവത്തിന്റെ ഉദ്ദേശം? എന്തിനാ മഹാപൗരോഹിത്യൻ അല്ലെങ്കിൽ മഹാപുരോഹിതനെ ദൈവം നിയമിച്ചേക്കണത്? എന്തിനാ യാഗങ്ങൾ ദൈവം നിയമിച്ചേക്കണത്? എന്തിനാ രക്തം? എല്ലാത്തിൻ്റെയും ഉദ്ദേശം ഈ യാഗങ്ങളെല്ലാം, ഈ യാഗത്തിലൂടെ മാത്രമാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്. അതിനൊരു മഹാപുരോഹിതനെ ദൈവം വെച്ചു. ഇവിടെയെല്ലാം ദൈവം അവരെ പഴയ നിയമത്തിൽ അവരെ ഏൽപ്പിക്കുമ്പോൾ ദൈവം പറഞ്ഞ ഇതാണ്: നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. ഉദ്ദേശം മറ്റൊന്നുമല്ല, നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. യഹോവയാ ഞാൻ വിശുദ്ധനാകുകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിനെ
ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്നും വേർതിരിച്ചിരിക്കുന്നു. ഇന്ന് പുതിയ നിയമത്തിൽ സഭ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ അതാണ്. എക്ലേസിയ എന്നുള്ള വാക്ക്, കോൾഡ് ഔട്ട് പീപ്പിൾ, എക്ലേസിയ. നമ്മളെ കൊലോസ്യ ലേഖനം 1:13 അന്ധകാരത്തിൽ നിന്ന്, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിളിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്ന പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകാം പറയുന്നു. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചു, പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുകയാണ്. 1 പത്രോസ് 2:9 നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്, രാജകീയ പുരോഹിത വർഗമാണ്. ഇന്ന് പുതിയ നിയമത്തിലും നമ്മൾ വിശുദ്ധ വംശം, സ്വന്തം ജനം, ഒരു പുരോഹിത രാജ്യത്വം, രാജകീയ പുരോഹിത വർഗം. ദൈവം വിളിച്ചു, ദൈവം ജാതികളിൽ നിന്നും വേർതിരിച്ചിരിക്കുകയാണ്. നമ്മൾ ആ വാക്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ, കുറച്ചുകൂടി ഒന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ സംഖ്യാപുസ്തകം 23:9 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. സംഖ്യ 23:9 നമുക്കിങ്ങനെ അവിടെ വായിക്കാൻ സാധിക്കും. അവിടെ ഇത് ഒരു ബാലാക്ക് ബിലയാമിനെ വിളിച്ച് പ്രവചിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പൊ ആ പ്രവചനത്തിലുള്ള കാര്യമാണിത്. അവിടെ 9 ഇങ്ങനെ കാണാം, ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ഇതാ തനിച്ച് പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. കേട്ടോ, തനിച്ച് പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. വേർതിരിച്ചു ദൈവം തൻ്റെ ജനത്തെ അന്നും വേർതിരിച്ചു. അവർ പലപ്പോഴും ശിക്ഷിക്കപ്പെട്ടത് മറ്റൊരു കാരണം കൊണ്ടാണ്. അവരെ പുറത്തേക്ക് പോയി, അന്യജാതികളുടെ കൂടെ ബലികൾ ചെയ്തു, അവരുടെ വിഗ്രഹങ്ങളെ ആരാധിച്ചു, അവരുമായിട്ട് കൂട്ടുകൂടി, അവരുമായിട്ടുള്ള പങ്കാളിത്തത്തിലേക്ക് വന്നു. ദൈവം അവരെ വെറുക്കാനും അവരോട് ദൈവം കോപിക്കാനും അവരെ ശിക്ഷിക്കാനും ഒക്കെ കാരണമായി തീർന്നതിൻ്റെ ഒരു പ്രധാന കാരണം അതാണ്. പക്ഷേ ദൈവം ഇവിടെ വ്യക്തമായിട്ട് കാണിക്കുന്നത് എന്താണ്? തനിച്ച് പാർക്കുന്ന ഒരു ജനമാണ് ഇവർ. അതാണ് ദൈവം ആഗ്രഹിച്ചത്. തൻ്റെ ജനം തനിക്കായി മാത്രം വേർതിരിക്കപ്പെട്ടവരായിരിക്കണം, തനിക്കായി മാത്രം അവർ വേർതിരിഞ്ഞ് ജീവിക്കണം എന്നാണ്. ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല അവരെ. അപ്പൊ ദൈവത്തിന്റെ വിശുദ്ധ ജനം എന്ന് പറയുന്നത് വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ്. 1 പത്രോസ് 2:9 നമ്മൾ നേരത്തെ കണ്ടത്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്, തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്, രാജകീയ പുരോഹിത വർഗമാണ്, വിശുദ്ധ വംശമാണ്, സ്വന്തം ജനമാണ് അവർ. ഇന്നൊരു ക്രിസ്ത്യാനിയുടെ അവസ്ഥ, ഇന്ന് ക്രിസ്ത്യാനിയുടെ നിലവാരം ദൈവം എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. 1 പത്രോസ് 1:15-16 അവിടെ വായിക്കുന്നത് ഇപ്രകാരമാണ്. 1 പത്രോസ് 1:15-16 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുകയാണ്. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പം 13 തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ, ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. പണ്ട് നിങ്ങളുടെ അജ്ഞാന കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനെ ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുക. കാരണം ദൈവം വിളിച്ചു, വേർതിരിച്ചതാണ്, സെപ്പറേറ്റ് ചെയ്തു. അതാണ് എക്ലേസിയ, സെപ്പറേറ്റ് ചെയ്തവരാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ വിളിച്ച വിശുദ്ധനെ ഒത്തവണ്ണം അനുസരണമുള്ള എല്ലാ മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവാൻ ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എവിടെ എഴുതിയിരിക്കണത്? ലേവ്യ പുസ്തകത്തിൽ. നേരത്തെ നമ്മൾ വായിച്ചതാണ്, ഞാൻ വിശുദ്ധനാണ്, നിങ്ങൾ എൻ്റെ വിശുദ്ധന്മാരായിരിക്കണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരികയാണ്. അപ്പം പൗരോഹിത്യത്തിന്റെ ഉദ്ദേശം, ഈ ശുശ്രൂഷകളുടെ എല്ലാം ഉദ്ദേശം എന്താണ്? ദൈവം ഇതെല്ലാം ക്രമീകരിച്ചതിന്റെ ഉദ്ദേശം എന്താണ്?
തൻ്റെ ജനം നമ്മൾ വിശുദ്ധരായിരിക്കാൻ ഏതെങ്കിലും വിധത്തിലൊരു കറയോ കളങ്കോ പറ്റിയാൽ കഴുകിക്കളയണം. യേശുവിൻ്റെ രക്തം കൊണ്ട് ശുദ്ധീകരിക്കപ്പെടണം. അതിൻ്റെ നിഴലായ മൃഗയാഗങ്ങൾ കൊണ്ട് പഴയ നിയമത്തിൽ ആ മൃഗയാഗങ്ങൾ അർപ്പിക്കാൻ പറഞ്ഞു. ദൈവത്തിന് അവരെ ശുദ്ധീകരിക്കണം. ദൈവം അവരെ ആ മൃഗയാഗങ്ങൾ അർപ്പിക്കപ്പെടുമ്പോഴും ആ ബ്ലഡ് അവിടെ ഒഴിക്കപ്പെടുമ്പോഴും തൻ്റെ പുത്രൻ കാൽവരിയിൽ ക്രൂശിൽ യാഗമായി അർപ്പിക്കപ്പെടാനിരിക്കുന്ന രക്തം കണ്ടുകൊണ്ടാണ് ദൈവം അത് അന്ന് അവർക്ക് ക്ഷമിച്ചു കൊടുക്കുന്നത്. ഇന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി അർപ്പിച്ച യേശുവിൻ്റെ രക്തം ഇന്ന് നമ്മളെ ശുദ്ധീകരിക്കുന്നു. 1 യോഹന്നാനിൽ പറഞ്ഞ പോലെ 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നമ്മൾ 5-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ദൈവം വെളിച്ചമാണ്, അവനിൽ ഇരുട്ടൊട്ടുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് താഴെ പറയുന്നുണ്ട്. അവൻ വെളിച്ചത്തിലിരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. യേശുവിൻ്റെ രക്തം കഴുകാത്ത ഒരു മനുഷ്യനും ശുദ്ധീകരിക്കപ്പെടുന്നില്ല. യേശുവിൻ്റെ രക്തമാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്. ഇന്ന് അവൻ്റെ ആത്മീയ രക്തം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ വെളിച്ചത്തിലിരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുമ്പോൾ, കാരണം സെപ്പറേറ്റ് ചെയ്ത ജനമാണ് സഭ എന്ന് പറയുന്നത്, വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. അവൻ വിളിച്ച് വേർതിരിച്ച തൻ്റെ സ്വന്തം ജനം. ഈ ജനം ദൈവം വെളിച്ചത്തിലിരിക്കുന്ന പോലെ വെളിച്ചത്തിൽ നടക്കേണ്ടവരാണ്. അവൻ വെളിച്ചത്തിലിരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അപ്പോസ്തലനായ യോഹന്നാൻ എഴുതുകയാണ്, നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. യഥാർത്ഥ കൂട്ടായ്മ അവൻ്റെ പുത്രനായ യേശുവിനോട്, പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുവിനോടുമാണ്. ഈ കൂട്ടായ്മയിലേക്കാണ് നമ്മൾ ദൈവം വിളിച്ചതെന്ന് 1 യോഹന്നാൻ 1:1 നമുക്ക് വായിക്കാൻ സാധിക്കും. 1 മുതൽ താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഇവിടെയെല്ലാം നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുന്നില്ല. അതാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ കാണിക്കുന്നത്. വിശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണാൻ പറ്റില്ല. വീണ്ടും നമ്മൾ ഈ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കി, പഴയ കാലത്തിൽ അന്ന് അവർ, അതായത് മഹാപുരോഹിതന്മാര്, പ്രത്യേകിച്ച് അഹരോൻ, ഇവരെല്ലാം ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവം അവരോട് ചില കാര്യങ്ങൾ അന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് എപ്പോഴും വരരുത്. അന്യാഗ്നി കൊണ്ടുവന്നപ്പോൾ നാദാബും അബീഹും മരിച്ചു. അങ്ങനെ ഇത് ഇവരുടെ ജീവിതത്തിൽ ഇപ്രകാരം സംഭവിച്ച ആ കാര്യം ഇനി സംഭവിക്കാതിരിപ്പാൻ പ്രത്യേകിച്ച് അവർക്ക് ആ യാഗങ്ങൾ അർപ്പിക്കുമ്പോൾ അവർക്ക് അവരുടെ തന്നെ ബലഹീനതകൾ, അവരുടെ തന്നെ പാവങ്ങൾക്ക് വേണ്ടിയും ആദ്യം അർപ്പിക്കണമായിരുന്നു. പിന്നെ അവരുടെ കുടുംബത്തിന് വേണ്ടി അർപ്പിക്കണമായിരുന്നു. പിന്നെ ജനത്തിന് വേണ്ടി അവർ അർപ്പിക്കണമായിരുന്നു. ഇതൊക്കെയാണ് നമ്മൾ പഴയ നിയമത്തിൽ ആ കാര്യങ്ങളിൽ കാണിച്ചിരുന്നത്. അന്ന് അവർ ഭൗതികമായ ഒരു വിശുദ്ധ മന്ദിരത്തിലാണ്, ഭൗതികമായ ഒരു ആലയത്തിലാണ് അന്ന് പ്രവേശിച്ചിരുന്നത്. ബ്ലഡുമായിട്ട് യേശു, അല്ലെങ്കിൽ ആ പൗരോഹിത്യ അല്ലെങ്കിൽ മഹാപാപ പരിഹാര ദിവസം അന്ന് വർഷത്തിലൊരിക്കലാണത്. അന്ന് പഞ്ഞിനൂൽ കൊണ്ടുള്ള വസ്ത്രമൊക്കെ ധരിച്ച് മഹാപുരോഹിതൻ, പ്രത്യേകിച്ച് വേർതിരിക്കപ്പെട്ട 2 ആടിനെയാണ് എടുക്കുന്നത്. അതിൽ ഒരാടിനെ പ്രത്യേകിച്ച് അതിൻ്റെ ബ്ലഡ് എടുത്തുകൊണ്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോയി അവിടെ ആ നിയമപ്പെട്ടകത്തിലും ഒക്കെ തളിക്കും. അകത്ത് പോയി ആ അകത്തേക്ക് അന്ന് മഹാപുരോഹിതനെ പ്രവേശിക്കാനുള്ള ഏക ദിവസം അതാണ്. മറ്റൊരാടിനെ അത് മരുഭൂമിയിലേക്ക് അയക്കും. അപ്പം ഈ കാര്യങ്ങളാണ് വർഷാവർഷം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം മരിച്ചു പോകാതിരിക്കാനാണ് ഇതെല്ലാം ദൈവം മുൻകൂട്ടി പറഞ്ഞത്. പക്ഷേ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നു, പാപത്തിന്റെ ഭീകരത എത്രമാത്രം വലുതാണെന്ന് കാണിക്കേണ്ടതെല്ലാം. അന്ന് നാദാബ് അബീഹും മരിച്ചത്, ഇനിയും മരിക്കാതിരിക്കാൻ അഹരോനോട് നിയമം പറയണം. കാരണം പാപം എല്ലാ മനുഷ്യനെയും തമ്മിൽ അകറ്റി ദൈവത്തിൽ നിന്ന് അകലുമാറാക്കിയത് പാപമാണ്. അതുകൊണ്ടാണ് അവരോട് എപ്പോഴും വരരുത്, നിങ്ങൾ മരിച്ചു പോകും. എൻ്റെ അടുത്തേക്ക് നിങ്ങൾ എപ്പോഴും വരരുത്, മരിച്ചു പോകും. കാരണം പാപത്തിന്റെ ഭീകരത അത്ര വലുതായിരുന്നു. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെയെല്ലാം യേശു ക്രിസ്തുവിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ആ അനുഗ്രഹമേറിയ ശുശ്രൂഷ, അതിൻ്റെ വിജയം, അതിൻ്റെ അനുഗ്രഹങ്ങൾ, ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ഒരു കാലഘട്ടത്തിൽ ആദാമിനെ എല്ലാം ദൈവം സൃഷ്ടിക്കുന്ന സമയത്ത്, ആദാമും ഹവ്വയും ദൈവം സൃഷ്ടിച്ച സമയത്ത് തോട്ടത്തിൽ ദൈവം അവരോട് കൂടി നടക്കുന്നു. അതാണ് ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ദൈവം അവരോടുകൂടി നടക്കുന്നു. ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ അവർ പാപം ചെയ്തപ്പോൾ, ഉൽപ്പത്തി 3:8 നമുക്ക് കാണാൻ സാധിക്കും, വെയിലാറിയപ്പോൾ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ശബ്ദം അവർ കേട്ടിട്ട് മരത്തിന്റെ പിന്നിൽ ഒളിച്ചു, തങ്ങൾ നഗ്നരായതുകൊണ്ട്. അങ്ങനെ പേടിച്ച്, എന്നുവെച്ചാൽ ആ നഗ്നത അവർക്ക് എപ്പോഴാണ് മനസ്സിലായത്, അനുഭവപ്പെട്ടത്? അവരെപ്പോഴാണ് ദൈവത്തിൽ നിന്ന് ഓടി ഒളിച്ചത്? മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ സെപ്പറേറ്റ് ആക്കിയത് എപ്പോഴാണ്? ദൈവം മുൻകൂട്ടി പറഞ്ഞതാണത്. നിങ്ങൾ ഈ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന ആ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളെ നീ മരിക്കും. തിന്നുന്ന ദിവസം, ആ തിന്നുന്ന സമയത്ത് തന്നെ അവർ മരിച്ചു ആത്മീയമായിട്ട്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിക്കും എന്നുള്ളത് എഫെസ്യർ 2:1 പറയുന്ന പോലെ, അതിക്രമങ്ങളാലും പാപങ്ങളാലുമാണ് മനുഷ്യൻ മരിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തിൽ നിന്ന് മനുഷ്യന്റെ ആത്മാവ് ദൈവത്തിൽ നിന്നും വേർപെടുന്നു, ആത്മീയ മരണം സംഭവിക്കുന്നു. ഈ ഒരു സംഭവമാണ് അന്ന് നടന്നത്. അങ്ങനെ അവർ തോട്ടത്തിൽ എപ്പോഴും ദൈവത്തോടു കൂടി നടന്നിരുന്നവര്, ദൈവത്തോടൊപ്പം ദൈവം അവരോട് കൂടി നടക്കുന്ന ഒരു ജീവിതമാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. പിന്നീട് നമുക്ക് ചില ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും, അവരെ വേർതിരിഞ്ഞ് ജീവിച്ചതുകൊണ്ട് നമുക്ക് പിന്നീട് നമുക്ക് കാണാം. ഇപ്പം ഉൽപ്പത്തി 5:21 തൊട്ട് 24 വരെ നമ്മൾ ഹാനോക്കിനെ നമുക്ക് കാണാൻ സാധിക്കും. ഹാനോക്ക് ദൈവത്തോടു കൂടി നടന്നു 365 ദിവസം, ഇല്ലെങ്കിൽ 365 വർഷം ജീവിച്ചു വ്യക്തിയാണ്. 65-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഒരു മകൻ ജനിച്ചു. അതിനുശേഷം 300 വർഷം ദൈവത്തോടു കൂടെ നടന്നു എന്ന് പറയുന്നു. 300 വർഷം ദൈവത്തോടു കൂടി നടന്നു. മരണം ഇല്ലെങ്കിൽ ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ പിന്നെ കാണാതെയായി. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഹാനോക്ക്. അപ്പൊ ദൈവത്തോടു കൂടെ നടന്നു എന്ന് കാണിക്കുന്ന. അപ്പൊ നോക്കാം, ആ പേര്, നമുക്ക് ഒരു പേര് ദൈവം തരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു പേര്, ചില മക്കൾക്ക് ദൈവം, ചില മക്കൾക്ക് മാതാപിതാക്കൾ ആ പേരിടുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഞാൻ ആരാണ്, ആരുടെ പേരാണ് എനിക്കുള്ളത്, ആ പേരിന്റെ അർത്ഥം എന്താണ്, ആ പേരുള്ള വ്യക്തി എന്താണ്, ആ ക്യാരക്ടർ എന്താണ്. അതിനനുസരിച്ച് മുമ്പോട്ട് പോകാൻ നമ്മളെ ഉത്സാഹിപ്പിക്കും. ദൈവത്തോടു കൂടെ നടന്നവനാണ്. വേറൊരു വ്യക്തിയെ നമുക്ക് കാണാം, ഉൽപ്പത്തി 6:9 നോഹയാണ്. നീതിമാനായിരുന്നു, ആ തലമുറയിൽ നീതിമാനായിരുന്നു, ദൈവത്തോടു കൂടെ നടന്നു എന്ന് പറയുന്നു നോഹയെ. ആ നോഹയാണ് ദൈവം ഉപയോഗിച്ചത് പെട്ടകം പണിയാൻ. ആ നോഹ കുടുംബവും മാത്രമാണ്, 8 പേര് മാത്രം ജലപ്രളയത്തിൽ രക്ഷപ്പെട്ടു. 200 കോടി ജനമുണ്ടായിരുന്ന കാലഘട്ടം, 200 കോടി ജനമുണ്ടായിരുന്ന കാലഘട്ടത്തിൽ വെറും 8 പേർ മാത്രം ജലപ്രളയത്തിൽ വേർതിരിക്കപ്പെട്ടു പെട്ടകത്തിന്റെ അകത്തേക്ക്. എത്ര അനുഗ്രഹമായ ചിന്തയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഇന്ന് അതിശ്രേഷ്ഠ മഹാപുരോഹിതന്റെ സഹായത്തോടെ ദൈവത്തിന്റെ അടുക്കൽ നമുക്ക് ഇന്ന് നിരന്തരം കയറി ചെല്ലുവാൻ നമുക്ക് സാധിക്കുന്നു. അതാണ് എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 15 നമുക്ക് കണ്ടത്. നമുക്ക് ആ അതായത് ജീവന്റെ ശക്തിയാൽ, അഴിഞ്ഞു പോവാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ പുരോഹിതനാണ് നമുക്കുള്ളത്. കൂടാതെ അതിന്റെ 7-ാം അധ്യായത്തിന്റെ 24 തൊട്ട് 27 വരെ നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ എബ്രായ ലേഖനത്തിന്റെ 7-ാം അധ്യായം 24 മുതൽ 27 വരെ ക്രിസ്തു വാസ്തവം, നമുക്ക് 27-24 വിട്ട് വായിക്കാം. ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാണ് പ്രാപിച്ചിരിക്കുന്നത്. നോക്കിയേ, യേശുവിന്റെ നിത്യ പൗരോഹിത്യത്തിന്റെ ഒരു കാഴ്ച നമുക്ക് കാണിച്ചു തരികയാണ്. യേശു എന്നേക്കും, കാരണം അവന് ആരംഭമില്ല, അവസാനമില്ല. സ്വർഗത്തിലെ ക്രിസ്തു ആരംഭവും അവസാനവും ഇല്ലാത്തവനാണ്. അവൻ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാണ് പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിച്ചിരിക്കുന്നവനാകിയാൽ അവരെ പരിപൂർണമായി രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാകുന്നു. അപ്പം യേശു എന്ന മഹാപുരോഹിതന്റെ പ്രാപ്തി
എത്രത്തോളം വലുതാണെന്ന് കാണിക്കുകയാണ്. അഹരോന്റെ പൗരോഹിത്യം പോലെ അല്ലെന്ന് വ്യക്തമായിട്ട് എടുത്ത് കാണിക്കുന്നത്. അതുകൊണ്ട് താൻ മുഖാന്തരമായി, കാരണം അവനാണ് നമ്മുടെ പാരക്ലേറ്റസ്, നമ്മൾക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന നമ്മുടെ ഏക മധ്യസ്ഥൻ, ആ യേശു. അതുകൊണ്ട് താൻ മുഖാന്തരമായി, യേശു മുഖാന്തരം മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ അടുക്കലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അവൻ മാത്രമാണ് വഴിയും സത്യവും ജീവനും. അവൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തില്ല എന്ന് നമുക്ക് കാണിച്ചിരുന്നു. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിച്ചിരിക്കുന്നവനാകിയാൽ അവരെ പരിപൂർണമായി രക്ഷിക്കുവാൻ, കുറച്ചല്ല പരിപൂർണമായി രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാകുന്നു. പഴയ നിയമത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ പാപങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ പിന്നെയും വരുന്നു ആളുകൾക്ക്. കൂടെ കൂടെ വീണ്ടും ഞങ്ങൾ പാപികളാണെന്നുള്ള ഓർമ്മയാണ്. പക്ഷേ ഇവിടെ ഈ പൗരോഹിത്യത്തിലൂടെ അവൻ നമ്മളെ പരിപൂർണമായി രക്ഷിക്കുവാൻ, വിടിയിക്കുവാൻ പ്രാപ്തനാണ്. അതാണ് നമ്മളിവിടെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നത്. അതുപോലെ നമുക്ക് ഈ 26, 27 ആ വാക്യങ്ങളിൽ നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കുന്നത്? അതുകൊണ്ട് ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേറിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാവങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാവങ്ങൾക്കായും ദിനം പ്രതി യാഗം കഴിക്കുവാൻ ആവശ്യമില്ലാത്തവൻ. അത് അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായി ചെയ്തുവല്ലോ. എബ്രായലേഖനം 9:11-12 നമ്മൾ നോക്കുകയാണെങ്കിൽ, ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയില്ലാത്തതായി, എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായ വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെ രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കല വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. എന്നേക്കുമുള്ള. ഇനി നാളെ പാപങ്ങളെ കുറിച്ച് ഓർമ്മയല്ല വരുന്നത്. അയ്യോ എൻ്റെ പാപം ക്ഷമിച്ചോ, സംശയമില്ല. ഇവിടെ ക്രിസ്തുവിന്റെ ബ്ലഡ് പാപം കഴുകിയത് പരിപൂർണമായിട്ടാണ്. അവൻ നമ്മുടെ ഒരു പാപം പോലും ഓർമ്മിക്കുന്നില്ല. ഒരു പാപം പോലും കർത്താവ് ഓർമ്മിക്കുന്നില്ല. മുഴുവനായി യേശുവിൻ്റെ ബ്ലഡിന് കഴുകാൻ പറ്റാത്ത ഒരു പാപവും നമ്മുടെ ജീവിതത്തിലില്ല. യേശുവിൻ്റെ പുണ്യാഹ രക്തത്തിന് വെളുപ്പിക്കാൻ കഴിയാത്ത ഒരു പാപവും ഈ ലോകത്തിൽ ആർക്കുമില്ല. എത്ര വലിയ ആശ്വാസം, എത്ര വലിയ സന്തോഷം, എത്ര വലിയ കൃപയാണ് നമ്മുടെ മഹാപുരോഹിതനിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മൾ നന്ദിയോടുകൂടി ഓർക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പൊ അതുകൊണ്ട് ഒരിക്കലായി തൻ്റെ സ്വന്തം രക്തത്താൽ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച്, അത് സ്വർഗത്തിലെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് കർത്താവ് സ്ഥാപിച്ചു, ഇല്ലെങ്കിൽ ഒരുക്കി. എബ്രായർ 10:14 നമ്മൾ വായിക്കുമ്പോൾ ഏകയാഗത്താൽ, എബ്രായർ 10:14 കാണാം, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. നാം വിശ്വസ്തരായി നിന്നാ മതി. നാം വിശ്വസ്തരായ അവൻ്റെ വഴിയിൽ ജീവിച്ചാൽ മതി. നമ്മുടെ പാവം കർത്താവ് ക്ഷമിച്ചത്, ശുദ്ധീകരിച്ചത് സദാകാലത്തേക്കാണ്. പക്ഷേ നമ്മൾ മാറിപ്പോയാൽ, നമ്മൾ പുറകോട്ട് പോയാൽ, നമ്മൾ വീണ്ടും എബ്രായ ലേഖനത്തിലെ 6-ാം അധ്യായത്തിൽ പറയുന്ന പോലെ ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട്, സ്വർഗീയദാനം ആസ്വദിച്ചിട്ട്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് നാം പുറകോട്ട് പിന്മാറിപ്പോയാൽ പിന്നെ നമ്മൾ മാനസാന്തരത്തേക്ക് പുതുക്കുവാൻ കഴിയില്ല. നമ്മൾ വിശ്വസ്തരായി നിന്നാൽ മാത്രം ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അവൻ്റെ യാഗം, അവൻ്റെ രക്തം അത്രയും പുണ്യാഹമായിട്ടുള്ളതാണ്. അത്രയും മാത്രം നമ്മൾ എല്ലാം, ഏത് മനുഷ്യൻ്റെയും ഏത് പാപത്തെയും വെളുപ്പിക്കുവാൻ കഴിവുള്ള അവൻ്റെ രക്തമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. 17-ാം വാക്യത്തിൽ 19-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 19 തൊട്ട് നമുക്ക് വായിക്കുമ്പോൾ, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി. അപ്പം നമുക്ക് അവിടെ കാണാം, പഴയ കൂടാരത്തിലേക്കല്ല, ആ പഴയ കൂടാരത്തിലുള്ള ഒരു തിരശ്ശീല അല്ല ഇത്. അതൊക്കെ ഒരു നിഴൽ മാത്രമാണ്. യേശു അവിടെ തൻ്റെ ദേഹമെന്ന തിരശ്ശീല, അതിൽ കൂടി പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയാണ്. ജീവനുള്ള പുതുവഴി, അതിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. വീണ്ടും നമുക്ക് കാണാം, അതിലൂടെ അവൻ്റെ രക്തത്താലാണ്. താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ,
തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന്. അപ്പം യേശുക്രിസ്തു തൻ്റെ രക്തം നമുക്ക് ശുദ്ധീകരിക്കുവാൻ നമ്മൾക്ക് വേണ്ടി ഒഴുക്കി നമുക്ക് യേശുവിൻ്റെ രക്തത്താൽ നമ്മൾ കഴുകപ്പെടുന്നത്, കർത്താവ് തുറന്നു തന്നത് തൻ്റെ ദേഹമെന്ന തിരശ്ശീലയാണ്. അതിലൂടെ നമുക്ക് തൻ്റെ രക്തത്താൽ എവിടേക്ക് പ്രവേശിക്കാൻ പറ്റുന്നു? സ്വർഗത്തിലെ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കാം. ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക്, അറ്റുകിടന്ന ബന്ധം, അറ്റുകിടന്ന മുറിഞ്ഞു കിടന്ന ഒന്നിലേക്ക് നമ്മളെ കൂട്ടി യോജിപ്പിച്ചു. ദൈവം നമ്മിലും നാം അവനിലും, ദൈവം നമ്മിലും അവൻ നമ്മിലും വസിക്കുന്ന, അല്ലെങ്കിൽ നാം അവനിലും വസിക്കുന്ന അനുഗ്രഹമായ ബന്ധത്തിലേക്ക് നമ്മളെ വെൽഡ് ചെയ്ത്, ഇല്ലെങ്കിൽ എന്നേക്ക് കൂട്ടി യോജിപ്പിച്ചു. ഇരുമ്പും തമ്മിൽ വെൽഡ് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കണത്? അത് പിന്നെ ഒരു ഒറ്റ ഇരുമ്പിന്റെ കഷ്ണം എന്നുപോലെ നമ്മളെ വെറുതെ ഒന്ന് മുട്ടിക്കുകയല്ല ചെയ്തത്, യോജിപ്പിച്ചു ദൈവമായിട്ട്. നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്ന ഒരവസ്ഥയിലേക്ക്, അതിലേക്ക് അവന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് പണ്ടത്തെ പോലെ മരിച്ചു പോകുന്ന പേടിയല്ല. പണ്ട് അഹരോനോട് പറഞ്ഞു, നീ എപ്പോഴും വന്നാൽ മരിച്ചു പോവും അഹരോനെ, അതുകൊണ്ട് എപ്പോഴും വരരുത്, എല്ലായ്പ്പോഴും വരരുത് എൻ്റെ അടുത്ത്. നിശ്ചയിച്ച സമയത്ത് നിശ്ചയിച്ച പ്രകാരത്തിൽ ഞാൻ നിന്നോട് പറയുന്ന രീതി അനുസരിച്ച് മാത്രമേ വന്നാൽ മതി, ഇല്ലെങ്കിൽ മരിച്ചു പോവും. ഇവിടെ അങ്ങനെയല്ല. ഇപ്പോൾ ആ പേടി മാറുകയാണ്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിച്ചു, ധൈര്യം തന്നു. നമുക്കൊരു ധൈര്യമാണ്, ധൈര്യവും പ്രവേശനത്തിനുള്ള ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട്, നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. അത് അഹരോനല്ല, അഹരോന്റെ പാരമ്പര്യത്തിലുള്ളവരല്ല, അല്ലെങ്കിൽ ലേവ്യ കുടുംബത്തിലുള്ളവരല്ല നമ്മുടെ മഹാപുരോഹിതൻ. അതിശ്രേഷ്ഠ ജീവന്റെ ശക്തിയാൽ, അഴിഞ്ഞുപോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ മഹാപുരോഹിതൻ തൻ്റെ സ്വന്തം രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് സ്വർഗത്തിലെ അതികൂടാരത്തിൽ ആ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ച അതിശ്രേഷ്ഠ മഹാപുരോഹിതനാണ് നമുക്കുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ രക്തത്തിലൂടെ ജീവനുള്ള പുതുവഴി നമുക്ക് ഒരുക്കി, തൻ്റെ ദേഹം എന്ന തിരശ്ശീല കീറിക്കൊണ്ട് നമുക്കൊരു പുതുവഴി ഒരുക്കി. രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ആ പാസ് നമുക്ക് നൽകി. അപ്പുറത്തേക്ക് കടക്കാനുള്ള പാസ് നമുക്ക് നൽകി, ധൈര്യം നൽകി. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു? ദുർമനസാക്ഷി നീങ്ങുമാറ്. നമ്മുടെ പ്രശ്നം എന്തായിരുന്നു? പാപം. ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള കാരണം എന്തായിരുന്നു? പാപം. അത് മാറാൻ, അത് മാറ്റി. ദുർമനസാക്ഷി നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നതാണ്. ദുർമനസാക്ഷി നീങ്ങുമാറ്. ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. ഇപ്പോ മാറി നിൽക്കാനോ നിങ്ങൾ എൻ്റെ അടുത്തോട്ട് വന്ന മരിക്കുമെന്നല്ല പറയണത്, പരമാർത്ഥ ഹൃദയത്തോടെ. എങ്ങനെയാ ആ കൃപ കിട്ടിയത്? എങ്ങനെയാ നമുക്കത് കിട്ടിയത്? അതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാർ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ കർത്താവ് കൽപ്പിച്ചതുപോലെ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് ദാനം ലഭിക്കും. ഈ വചനങ്ങൾ ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദുർമനസാക്ഷി നീങ്ങാൻ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം ഉണ്ട്. കുറച്ച് വിശ്വാസമല്ല, പൂർണ്ണതയുള്ള വിശ്വാസം. പൂർണ്ണതയുള്ള വിശ്വാസം, അബ്രഹാമിന്റെ വിശ്വാസം. നാം ആരാണ്? അബ്രഹാമിന്റെ മക്കളാണ്. പുതിയ നിയമ ഇസ്രായേൽ, പുതിയ നിയമസഭ അബ്രഹാമിന്റെ മക്കൾ, ആത്മീയ മക്കളാണ്. ഇപ്പോൾ നാം ജഡീയ മക്കൾക്ക് യാതൊരു വിലയില്ല, അവന്റെ ആത്മീയ മക്കളാണ്. അതുകൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ നമ്മളോട് അടുത്ത് ചെല്ലുവാൻ പറയണം. എപ്പോഴാണ്? ഏത് സമയമാണ്. അതുകൊണ്ട് ദൈവം നമ്മിലും നാം അവനിലുമാണ് വസിക്കുന്നത്. ഒരു നിരന്തര ബന്ധം. ആ ബന്ധത്തിലേക്ക് നമ്മളെ ദൈവം വെൽഡ് ചെയ്ത് പിടിപ്പിച്ചതുകൊണ്ട് നമ്മൾ അതിലേക്ക് കാത്തു സൂക്ഷിക്കുക. നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ദൈവത്തിന് സൗരഭ്യവാസനായി ജീവിക്കുക. മുറിഞ്ഞുവാൻ സാധ്യതയുണ്ട്, പക്ഷേ ഉറച്ചു നിന്നാൽ, വിശ്വാസത്തിൽ തുടർന്നാൽ, ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ മുറുകെ പിടിച്ച് നിന്നാൽ, വെൽഡ് ചെയ്ത ബന്ധം പോലെ ദൈവവും നമ്മിലും നാം ദൈവത്തിലും ആയിരിക്കുവാൻ ദൈവം നമുക്ക് കൃപ തന്നിരിക്കുകയാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ.
ഈ എബ്രായ ലേഖനത്തിലെ പൗരോഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ പല പ്രാവശ്യം നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കും. ഓരോ ചാപ്റ്ററിലൂടെയും. ഇപ്പൊ 4-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചു. 4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്കാണ് നമ്മൾ കടന്നുപോയത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെയെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇന്ന് കണ്ടതുപോലെ തുടർന്നുള്ള ചാപ്റ്ററുകൾ നമ്മൾ പരിശോധിക്കുമ്പോഴും പല പ്രാവശ്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യും. അതിലൂടെ നമ്മുടെ മനസ്സിലേക്ക് ഉറപ്പിക്കപ്പെടുവാൻ ഇടയാകും. ഈ സന്ദേശം, എബ്രായ ലേഖനം തരുന്ന സന്ദേശം നമ്മുടെ ഉള്ളിലാകുക, അതിലൂടെ ദൈവവുമായിട്ടുള്ള ബന്ധം ഉറപ്പിച്ചു നിർത്തുക. ഇതാണ് അതിൻ്റെ ഉദ്ദേശം. ദൈവം വിശുദ്ധനാണ്, നമ്മളും വിശുദ്ധരായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനാണ് ഇതെല്ലാം ദൈവം തന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും ശ്രോതാക്കൾക്കും ദൈവം വലിയ കൃപ തരണ്ടേ. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.